കമോൺ ഗൈസ്, ഇന്ന് നമുക്കൊന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പഠിച്ചാലോ. ആദ്യം നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് കളറൊക്കെ കൊടുക്കുക, ഈ ഔട്ട്ലൈനിങ് കൊടുക്കുക. നമ്മുടെ പിക്ചേഴ്സൊക്കെ ഒന്ന് സ്പേസ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോഴാണ് ഒരു ഭംഗി വരിക. അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പിക്ചേഴ്സ് കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലോ ടാപ്പ് മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇതാണ് ആ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. നമ്മളെ ഈ ബട്ടർ പേപ്പർ ചതിച്ചു ഗൈസ്. അങ്ങനെ ഒന്നും വിട്ടെടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളടുത്ത് പ്ലാൻ ബി ഉണ്ട്. ഇതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക, ഒട്ടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പിക്ചേഴ്സ് കൂടി ഞാൻ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലാൻ എ ഫെയിലർ ആണെങ്കിലും പ്ലാൻ ബി സക്സസ്ഫുൾ ആയിരുന്നു. അടുത്ത് കാണുന്ന ആദ്യത്തെ ആ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യത്തെ ഒരു മെത്തേഡ് വെച്ചിട്ടായിരുന്നു ചെയ്ത്. അപ്പോൾ അത് സക്സസ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിടാൻ എനിക്ക് പ്ലാനില്ല. നമുക്ക് ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം.